കോൺഗ്രസ്സിലെ ഒരു യുവ MLA കാരണം കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ആടി ഉലയുന്നത്, ഒരു മുന്നണി ആകെ ആടി ഉലയുകയാണ്. 2026 സകല പ്രതീക്ഷകളും അസ്തമിച്ചു. അതിനി പുനർജീവിക്കൂ. വിജയനാഥൻ, നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മറ്റ് ചില വീക്ഷണകോണങ്ങളിൽ നിന്നുകൊണ്ട് ഇത് കാണണം. കേരള രാഷ്ട്രീയം ഇന്ത്യയിൽ പൊതുവെ സ്ത്രീവിരുദ്ധമാണെന്ന് പറയാറുണ്ട്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ ചാഞ്ചാട്ടങ്ങളിലും അതിൻ്റെ കടൽ മാറ്റങ്ങളിലും പാരഡൈം ഷിഫ്റ്റുകളിലെല്ലാം നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് സ്ത്രീകളാണ്. നമുക്കറിയാം, കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷി രൂപവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ചരിത്രം എന്താ? ഇന്നിപ്പോൾ കേരളത്തിൽ വേമാണിയുടെ കാലത്തും KM ജോർജിൻ്റെ കാലത്തും KT ജേക്കബിൻ്റെ കാലത്തും വളരെ നിർണായകമായ പങ്ക് കേരള രാഷ്ട്രീയത്തിൽ വഹിച്ചിരുന്ന, മുസ്ലിം ലീഗിനേക്കാൾ ശക്തമായ പങ്ക്, അന്ന് മുസ്ലിം ലീഗ് ഇത്രയും പ്രാബല്യമില്ല, വഹിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇന്നത് അസ്തശോഭമായി, അതിൻ്റെ അസ്തമനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ, പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഇത് രൂപവൽക്കരിക്കാൻ കാരണം എന്തായിരുന്നു? PT ചാക്കോ എന്ന് പറയുന്ന സുമുഖനും സുന്ദരനുമായിട്ടുള്ള വ്യക്തി, വളരെ സുന്ദരനായിട്ട്, കട്ടി മീശയൊക്കെ ആയിട്ട് നല്ല ഗ്ലാമറുള്ള ഒരു പേഴ്സണാലിറ്റിയായിരുന്നു. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ അതോ റെസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. പീച്ചി അല്ലേ? പീച്ചി ഗസ്റ്റ് ഹൗസ്. ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. പീച്ചി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിക്ക് അന്ന് ഈ ഇൻ്റർനെറ്റോ ഫോൺ പോലും ഇല്ലല്ലോ. അംബാസഡർ കാർ അല്ല, ഇത് പ്രീമിയർ പത്മിനി കാർ അല്ലേ? നമ്മൾ ജനിച്ചിട്ടില്ല. ആ പ്രീമിയർ പത്മിനി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ ഒപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരും അറിയത്തില്ല, വേഗത്തിൽ വിട്ടങ്ങ് പോകും, ആരും ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല. ഇന്നത്തെ പോലെ ആ സ്ത്രീ വിഷയകമായിരുന്നില്ല അന്നത്തെ കാലം. അപ്പോൾ ഇതിങ്ങനെ പോയി കാളവണ്ടിയുമായിട്ട് ഇവിടെ ഇടിച്ചപ്പോൾ മന്ത്രിക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ ആൾക്കാരൊക്കെ നോക്കിയപ്പോൾ മന്ത്രി PT ചാക്കോ ഫോട്ടോ കണ്ടാലറിയാവുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു സണ്ണി ജോസഫിനെ പോലല്ല, ഫോട്ടോ കണ്ടാൽ ആളുകൾ തിരിച്ചറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ നോക്കിയപ്പോൾ കൂടെ നല്ല പ്രൗഢയും സുന്ദരിയും ആയിട്ടുള്ള ഒരു സ്ത്രീയുമുണ്ട്. അപ്പോൾ PT ചാക്കോയുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്ന് വലിയ വാർത്ത. ആ സ്ത്രീയുടെ പേര് പത്മമേനോൻ. അവരിപ്പോൾ ഉണ്ടാവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. പത്മമേനോൻ എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ. അപ്പോൾ ആളെയും കൊണ്ട് ഗസ്റ്റ് ഹൗസ്, വാർത്ത വന്നത് PT ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു സ്ത്രീയെയും കൂട്ടി PT ചാക്കോ പോയി. അസംബ്ലി നടക്കുന്ന സമയം, അസംബ്ലിയിൽ ഇത് വലിയ കോലാഹലമാണ്, പ്രതിപക്ഷത്തിൻ്റെ ആയുധമായി. പെൺ സംഭാഷണം അല്ലെങ്കിൽ ആ തേൻകണി ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കെടുത്തിയതുപോലെ തന്നെ PT ചാക്കോ രാജിവെക്കണമെന്നായി. കോൺഗ്രസിൻ്റെ PT ചാക്കോയ്ക്ക് രാജിവെക്കാൻ നേരത്ത് അദ്ദേഹത്തിനെ രാജിയിൽ നിന്ന് തടഞ്ഞില്ല എന്നതിനോട് പേരിൽ കോൺഗ്രസിനോട് തന്നെ അദ്ദേഹത്തിന് അമർഷമുണ്ടായതിൻ്റെ സംഭവാമി യുഗയാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അങ്ങനെയാണ് അതിൻ്റെ ജനനം. ഒരു സ്ത്രീ വിഷയത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. അങ്ങനെ പ്രത്യേക ഗ്രൂപ്പായിട്ട് മന്നത്തിൻ്റെ സഹായത്തിൽ, NSSൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് തുടങ്ങിയത്. അങ്ങനെയാണല്ലോ ഈ R ബാലകൃഷ്ണപിള്ളയൊക്കെ വരുന്നത്. പിന്നീട് അത് അധ്വാന വർഗത്തിൻ്റെ എന്നുള്ളതുപോലെ പാലായിൽ നിന്നുള്ള കത്തോലിക്ക സഭയുടെ ക്രൈസ്തവരുടെ ഇടയിലേക്ക് കൂടുതൽ പ്രാബല്യം നേടുകയും, പിന്നെ നാരായണക്കുറുപ്പും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോൾ അവിടുന്ന് കാഞ്ഞിരപ്പള്ളിയിലെ അവരുടെ MLA, കേരള കോൺഗ്രസിൻ്റെ MLA ഒക്കെ SN ജയരാജൻ, അദ്ദേഹം ഇപ്പോൾ ചീഫ് വിപ്പാണ്. അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ആ ചരിത്രം തിരുത്തിയിട്ടുള്ള ഒരു ശക്തിയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് പ്രശോഭിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ രാജിക്കും രാഷ്ട്രീയ ശോഭ കെടുത്തുന്നതിനും ഇടയായിട്ടുള്ളതും ഒരു സ്ത്രീ ശബ്ദമാണ്, അല്ലേ? ഒരു സ്ത്രീ ശബ്ദമാണ്, പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു സ്ത്രീ ശബ്ദമാണ്. ഇതുപോലെ പലപ്പോഴും ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പലപ്പോഴും ഒക്കെ അദ്ദേഹം മുംബൈയിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട്. മുംബൈയിൽ പോയത് ആരെ കാണാനാണ്? പിച്ച ബഷീർ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു നമ്മളാരും അറിയാത്ത പക്ഷേ രാഷ്ട്രീയ ദല്ലാളായിട്ടുള്ള ആളുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം പോകുന്നതിനെ കുറിച്ച് പോലും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ലാത്ത, സ്ത്രീ ബന്ധങ്ങളൊന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരസ്ത്രീ ബന്ധങ്ങളൊന്നുമില്ലാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് വരെ ആരോപണം എനിക്ക് പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുക, ഞാൻ എവിടെ പോയി, ആരെ കണ്ടു, ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യം എന്താണെന്ന് ക്ഷുഭിതനായി എപ്പോഴും ചിരിച്ചുകൊണ്ടും കണ്ണടച്ചുകൊണ്ടും വർത്തമാനം പറയുന്ന K കരുണാകരൻ. അദ്ദേഹത്തിനെതിരെ വരെ ഈ ആരോപണത്തിൻ്റെ ഊരമ്പുണ്ടായി. പിന്നെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് MLA മാരുടെ M. വിൻസെൻ്റ്, അതുപോലെ
എൽദോസ് കുന്നപ്പള്ളി, ഇവർക്കെതിരെ എല്ലാം സമാനമായിട്ടുള്ള ആരോപണങ്ങൾ സ്ത്രീകൾ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന അതിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളെന്ന് പറയുന്നത് ഈ സത്യാനന്തര കാലത്ത് അല്ലെങ്കിൽ ഈ ന്യൂ നോർമാലിറ്റിയുടെ ഒരു അശ്ലീലമാണെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ അമേരിക്കയിലല്ല നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം കേരളത്തിൽ, ഞാനിപ്പോൾ ഇദ്ദേഹത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല, കേരളത്തിൽ പരസ്ത്രീ ബന്ധമില്ലാത്ത പുരുഷന്മാർ വളരെ വളരെ കുറവാണ്. സാധാരണ ശരാശരി എന്ന് പറയുന്നത് ഒരാളിൻ്റെ പരസ്ത്രീ ബന്ധങ്ങൾ, അതിൻ്റെ തീവ്രത എത്രയാണെന്നൊന്നും നമുക്കറിയില്ല, പലതരത്തിലുള്ളതായിരിക്കാം. 14 പേരുമായിട്ട് വരെ ആ ബന്ധത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരാളുമായിട്ട് മാത്രം ബന്ധമുള്ള ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ വളരെ കുറവാണ്. ഇത് അമേരിക്കയിലെ കാര്യമല്ല പറയുന്നത്. അമേരിക്കയിൽ ഇതൊക്കെ സാധാരണമാണ്. ചായ കുടിക്കുന്ന പോലെയാണ് അവിടെ ബന്ധങ്ങൾ മാറുന്നത്. അങ്ങനെ മാത്രം ഉള്ള ഒരു അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരിൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളത് കേസിൽ പറഞ്ഞതിൻ്റെ ആരോപണം ഉണ്ടെങ്കിലും അവിടെ ഒരു പ്രശ്നമല്ല. പല പ്രസിഡന്റുമാരുടെ നേരെ ഈ തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ക്ലിൻ്റൻ്റെ കാര്യത്തിൽ ക്ലിൻ്റൻ്റെ പി എ ആയിട്ടിരുന്ന സുന്ദരിയായിട്ടുള്ള സ്ത്രീക്ക് അദ്ദേഹം ചെയ്ത പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അത് പറഞ്ഞാൽ അറപ്പുളവാകുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവിടെയൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ അതിൽ അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ ഭീഷണി നേരിട്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കണം. അവിടെ പോലും സ്ത്രീ ഒരു പ്രശ്നം തന്നെയാണ്. സ്ത്രീകൾ എപ്പോഴും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്, കരിയറിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കരിയറിൽ നിന്ന് തന്നെ പലർക്കും പുറത്താകേണ്ടി വന്നിട്ടുണ്ട് സ്ത്രീ വിഷയം. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ബന്ധം തന്നെയാണ്. പക്ഷേ ഇത് അത്ര അത്യപൂർവം അല്ലാത്തതുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് ആരോപണം ഉണ്ടായിട്ടുണ്ട്, പാർട്ടിയിൽപ്പെട്ട പലരെക്കുറിച്ചും ഇതുപോലെ ആരോപണമുണ്ട്. ചിലരൊക്കെ ഇതൊക്കെ കഴിഞ്ഞാലും ശരി ഒരു വരിക്കുമില്ലാതെ രക്ഷപ്പെടും, അവർ ജയിച്ച് കയറിപ്പോവുക. കാരണം വെളിപ്പെടുത്തലുകളും ഉണ്ടാവും. വെളിപ്പെടുത്തൽ വന്നാൽ ഇവിടെ അത് വലിയ കോലാഹലങ്ങളാവും, അത് വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കും, രാഷ്ട്രീയ പരിത്യാഗത്തിലേക്ക് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UDF LDF എന്ന് തീരുമാനിക്കപ്പെടുന്ന വിധി നിർണായകമായ ഒരു വിധി എഴുത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരോപിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പാർട്ടി പരാജയപ്പെടുകയും മറ്റേ പാർട്ടി ജയിക്കുകയും എന്നുള്ളതാണ് സിറ്റുവേഷൻ. വിൻ വിൻ സിറ്റുവേഷനാണ്. 2 പേർക്ക് വേണമെങ്കിലും ജയിക്കാം എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ ഒരു ഭാഗം വിൻ സിറ്റുവേഷൻ ഇപ്പോൾ LDF കരസ്ഥമാക്കി. LDF ഇപ്പോൾ ആത്മവിശ്വാസമാണ്, നല്ല ആത്മവിശ്വാസത്തിലാണ്. ഈ പ്രശ്നത്തിൽ അവർ മിണ്ടിയിട്ടില്ലെങ്കിലും അവർക്ക് ഹവാല അങ്ങനെയുള്ള ധാരാളം അഴിമതി കേസുകളിൽ വിലക്കയറ്റം, അതുപോലെ തന്നെ നിയമസമാധാന നിലയുടെ മോശം പരിവേഷം, വേടനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആ പരാജയം, ഇങ്ങനെ പരാജയങ്ങളുടെ വലിയൊരു കൂമ്പാരം കൂട്ടിവെച്ചിരിക്കുന്ന LDFന് പകരമായിട്ട് ഒരു ആൾട്ടർനേറ്റീവായിട്ട് UDFന് വരാൻ പറ്റിയൊരു തെരഞ്ഞെടുപ്പാണ് ഒരു വർഷത്തിനപ്പുറം 2026 നടക്കേണ്ടത്. അവിടെ ഒരു വലിയ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയും, അതായത് ഇടിത്തി വെള്ളിടി എന്ന് നമ്മൾ പറയുന്നത്, വെള്ളിടി, അതാണ് ശരിയായത്. ആ വെള്ളിടി പോലെ രാഹുലിൻ്റെ വിഷയം വന്നു കിട്ടിയിരിക്കുക. അപ്പം ദാറ്റ് ടിൽറ്റഡ് ദി ബാലൻസ് ഇൻ ഫേവർ ഓഫ് LDF. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അവിടെ മാത്രം നിൽക്കില്ലത്. ഇനി സംഭവിക്കാൻ പോകുന്നത് UDF പൊളിറ്റിക്കൽ സ്റ്റഡി എല്ലാ പാർട്ടിയും നടത്തും, മുസ്ലിം ലീഗും നടത്തും. ഇപ്പോൾ ഇനി നിന്നാൽ രക്ഷയില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ക്ഷണം അവർക്ക് LDFിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. കാരണം അവർക്ക് ഉറപ്പില്ല അവർ ജയിക്കുമെന്ന്, തിരിച്ചു വരുമെന്ന്. അത് ഉറപ്പിക്കാനാണ് വിളിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസിനെ അവർ ഇതുപോലെ UDFിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. ഈ പ്രാവശ്യം മുസ്ലിം ലീഗിനെ വിളിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും ഒരു വൻ വിജയം തന്നെയാണ് അവർക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില കക്ഷികൾ, വർഗീയ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടുകെട്ട് CPMനും ഉണ്ട്, അതുപോലെ തന്നെ LDF കോൺഗ്രസിനുമുണ്ട്. ഇതിനപ്പുറം ശക്തമായിട്ടുള്ള ഇതൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന പാർട്ടി, അതൊക്കെ ഉണ്ടെങ്കിലും വിജയം ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് PDP ഉണ്ടെന്ന് പറഞ്ഞ് വിജയം ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഗെയിം ചേഞ്ചറായിട്ടുള്ള മുസ്ലിം ലീഗും കൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ LDFിൻ്റെ വിജയം 100% 100 സീറ്റുകളെങ്കിലും അവർക്ക് കിട്ടുകയും. ആ ഒരു സിറ്റുവേഷൻ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഒരു കുടക്കീഴിലേക്ക് വന്നിട്ടുണ്ട്. സമസ്ത അങ്ങോട്ടേക്ക് പോയി, അവരുടെ ഡെമോഗ്രഫി കൂടി, ജമാഅത്തെ ഇസ്ലാമി അങ്ങോട്ട് വന്നു, PDP എല്ലാം PDP ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ വെൽഫെയർ പാർട്ടി എല്ലാം വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇപ്പോൾ ആ പക്ഷത്തേക്ക് വലിയൊരു വെയിറ്റാണ് വന്നു ചേരുന്നത് മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ. അത് അവരെ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പാർട്ടിയുടെ ഭാവി കേരളത്തിൽ തുലച്ചു കളഞ്ഞു. അവർ തമ്മിലുള്ള റിലേഷനല്ല,
ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി കേരളത്തിൽ സ്ത്രീകൾ മാത്രമല്ല നശിച്ചിരിക്കുന്നത്, ഈ മുന്നണിയും നശിച്ചിരിക്കുന്നു.